Hello friends, ഇന്ന് ഞാനൊരു അടിപൊളി ഈവനിംഗ് സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് കിളിക്കൂട്. ഇന്ന് നമുക്ക് മലബാർ വിഭവമായിട്ടുള്ള കിളിക്കൂട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഫില്ലിങ്ങിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ തൊലി കളഞ്ഞിട്ട് 3 പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ബോയിൽ ചെയ്തിട്ടുള്ള പൊട്ടാറ്റോ ആണ് എടുക്കുന്നത്. പിന്നെ 2 ഓനിയൻ ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 2 സവാള, അതുപോലെ ഒരു 250 ഗ്രാം ബോൺലെസ് ചിക്കൻ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ബോൺലെസ് ചിക്കൻ ആണ്, ചെറിയ പീസസ് ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, തക്കാളി ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ വേണ്ടത് ചില്ലി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. അപ്പോൾ ഇതൊരു 1-2 ടേബിൾ സ്പൂൺ കൂടെ വേണം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാൻ എടുത്ത് ചൂടാക്കിയിട്ടുണ്ട്. അത് നന്നായി ചൂടായതിനു ശേഷം നമുക്ക് കുക്കിംഗ് ഓയിൽ ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 സവാള നമ്മൾ അരിഞ്ഞു വെച്ചിരുന്നു, അപ്പോൾ അത് ആഡ് ചെയ്യാം. അപ്പോൾ ഇനി സവാള ഒന്ന് പെട്ടെന്നൊന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് സാൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് കുറച്ച് സാൾട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതൊന്ന് മൂത്ത് കിട്ടും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ സവാള ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് കറി ലീവ്സ് അല്ലെങ്കിൽ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കറിവേപ്പില ആഡ് ചെയ്യുമ്പോൾ കുറച്ച് കട്ട് ചെയ്തിട്ട് ഒന്ന് പീസസ് ആക്കി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇനി ആഡ് ചെയ്യാൻ പോകുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് ആണ്. ഇനി അതും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരണം. ആ ഒരു പച്ച സ്മെല്ലൊന്ന് മാറിക്കിട്ടണം. അതുവരെ ഒന്ന് ചൂടാക്കാം. അടുത്തതായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് തക്കാളിയാണ്. അപ്പോൾ ഒരു ടൊമാറ്റോയാണ് എടുത്തിട്ടുള്ളത്. ഇനി തക്കാളി ഒന്ന് വാടി വരണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. സ്മാഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ ആഡ് ചെയ്തിട്ടുള്ളത് ബോൺലെസ് ചിക്കൻ ആണ്. അപ്പോൾ ഈ ബോൺലെസ് ചിക്കൻ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്, കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് മഞ്ഞൾ, കുരുമുളക്, അതുപോലെ സോൾട്ട് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യത്തിന് മഞ്ഞൾ, കുരുമുളക്, സോൾട്ട് കൂടെ ആഡ് ചെയ്തിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. വേവിക്കാണ്ടേയും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാണ് കുറച്ചും കൂടി ഈസി. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കനിൽ ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ മസാലയിലേക്ക് വേണമെങ്കിൽ കുറച്ച് ഒരു 1-2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് മസാലയിലേക്ക്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റിനും ഫ്ലേവറിനും വേണ്ടിയിട്ട് കുറച്ച് മല്ലിച്ചെപ്പ് അല്ലെങ്കിൽ കൊറിയാണ്ടർ ലീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ മസാലയൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലാസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് ബോയിൽ ചെയ്ത് സ്മാഷ് ചെയ്ത് എടുത്തിട്ടുള്ള പൊട്ടാറ്റോ ആണ്. അപ്പോൾ നമ്മൾ 3 പൊട്ടാറ്റോ ബോയിൽ ചെയ്തിരുന്നു, അതും കൂടെ മസാലയിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കിളിക്കൂടിലേക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറണം. ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ ഫില്ല് ചെയ്യാൻ പോകുന്നത്. ഇതിലേക്ക് വേണ്ടത് കുറച്ച് സേമിയം അല്ലെങ്കിൽ വേമിസല്ലിയാണ്. അപ്പോൾ അത് റോസ്റ്റഡ് ആവാം, അൺറോസ്റ്റഡ് ആവാം. അടുത്തതായിട്ട് ഇനി വേണ്ടത് 1-2 കോഴിമുട്ടയാണ്. അപ്പോൾ ഇനി നമുക്ക് കിളിക്കൂടിലേക്കുള്ള ഫില്ലിംഗ് നോക്കാം. ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ബോൾസ് ആക്കി എടുക്കണം. അപ്പോൾ മസാല ഇതുപോലെ എടുത്തിട്ട് നമുക്ക് ബോൾസ് ആക്കി എടുക്കാം. അപ്പോൾ കയ്യിൽ കുറച്ച് ഓയിലാക്കിയിട്ട് നന്നായിട്ടൊന്ന് ബോളാക്കി എടുക്കാം. അതിന് ശേഷം നമുക്ക് മുട്ടയിലൊന്ന് മുക്കിയെടുക്കാം. മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള സേമിയത്തിൽ
കോരിയെടുക്കാം. അപ്പോൾ ഈ കിളിക്കൂടിനകത്ത് ഞാൻ ചിക്കൻ മാത്രമേ ഫില്ലിംഗ് ആയിട്ട് വെച്ചിട്ടുള്ളൂ. ഇത് കൂടാതെ പുഴുങ്ങിയിട്ടുള്ള മുട്ട കൂടെ ഫില്ലിംഗ് ആക്കിയിട്ട് വെക്കാം. ചിക്കനും മുട്ടയും കൂടെ ഫില്ലിംഗ് ആക്കിയിട്ടും അങ്ങനെ ഉണ്ടാക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മലബാർ സ്പെഷ്യൽ കിളിക്കൂട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്